ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരാഴ്ച മുന്നേ ഏഷ്യാനെറ്റ് ചാനലിൽ സൂക്ഷ്മദർശിനി എന്ന സിനിമ സംപ്രേഷണം ചെയ്തിരുന്നുവല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ TRP റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ബേസൽ നസ്രിയ കോംബോയിൽ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ 50 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ ആദ്യ TRP ആയിട്ട് 5.85 എന്ന മികച്ച TRP റേറ്റിംഗ് പോയിന്റുകൾ നേടിയെടുത്തിരിക്കുകയാണ്. പല പ്രമുഖ നടന്മാരുടെ TV റൈറ്റ്സ് എല്ലാം തന്നെ വിറ്റുപോകാത്ത ഈ സമയത്തും വിവിധ പുതിയ മലയാളം സിനിമകളുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് എല്ലാം തന്നെ വിറ്റുപോയിരിക്കുകയാണ്. ഈ വർഷത്തിലെ ആദ്യത്തെ 2 വലിയ വിജയങ്ങൾ നേടിയെടുത്ത മലയാളം സിനിമകളാണല്ലോ ഓഫീസർ ഓൺ ഡ്യൂട്ടി, രേഖാചിത്രം. 2 സിനിമകളും സി കേരളം ടെലിവിഷൻ പ്രീമിയറിനായിട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. പ്രവീൺ കുടുഷാപ്പ് ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സിനിമയാണെങ്കിലും ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ് സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. OTT അപ്ഡേറ്റ് ഒരു ദിവസം മുന്നേ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ബാഡ് ബോയ്സ് എന്ന സിനിമ OTT റിലീസിനായിട്ട് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ. ചിത്രത്തിൻ്റെയും സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെറ്റ് ഇപ്പോഴത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ്. കരാട്ടെ ചന്ദ്രൻ ഫഹദ് ഫാസൽ നായകനെത്തി വരാനിരിക്കുന്ന പുതിയ മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിക്കപ്പെട്ടിരിക്കുന്നു. ഈ വർഷം സിനിമയുടെ ഷൂട്ട് തുടങ്ങി വയ്ക്കും എന്നാണ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയായ ദിലീഷ് പോത്തൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത്. അടുത്ത മാസം വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ബേസൽ ജോസഫ് നായകനെത്തുന്ന സിനിമയാണ് മരണമാസ്. ഇന്ന് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള ഒരു വീഡിയോ കണ്ടന്റ് പുറത്തു വന്നിരിക്കുകയാണ്. അവസാനമായി തിയേറ്ററുകളിലേക്ക് എത്തിയ തളപതി വിജയ് ചിത്രമാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഒരു രണ്ടാം ഭാഗത്തിനുള്ള സൂചന നൽകിക്കൊണ്ടാണല്ലോ ആദ്യ ഭാഗം അവസാനിക്കുന്നത്. സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നൊരു ചോദ്യത്തിന് വെങ്കട്ട് പ്രഭു കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന മറുപടി അടുത്ത വർഷം 2026 വിജയുടെ തെരഞ്ഞെടുപ്പിന് ശേഷം പറയാമെന്നാണ് വെങ്കട്ട് അറിയിച്ചിരിക്കുന്നത്. രണ്ടാം ഭാഗ സാധ്യതകൾ അദ്ദേഹം തള്ളിക്കളയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എമ്പുരാന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഈ വീക്കെൻഡോടെ അതല്ലെങ്കിൽ വീക്കെൻഡിനുള്ളിൽ എമ്പുരാന്റെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വന്നു തുടങ്ങും എന്നൊരു അപ്ഡേറ്റ് ആണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അതേസമയം ആശീർവാദിന്റെ വിദേശ രാജ്യത്തെ പ്രൊമോഷൻ കമ്പനിയായ ആശീർവാദ് ഹോളിവുഡ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം ഈ മാർച്ച് 16-ാം തീയതി ലാലേട്ടൻ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ ലാലേട്ടന്റെ ഫാൻസിനെ കാണാനായിട്ട് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മുൻപേ അറിയിച്ചതുപോലെ എമ്പുരാൻ മാർച്ച് 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. കാത്തിരിക്കൂ അടുത്ത അപ്ഡേറ്റുകൾക്ക്.